അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പ്രവാചകാനുയായികളുടെയും ജീവിതത്തിൽ പീഡനങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഏറെ അധികരിച്ചപ്പോൾ അവയിൽ നിന്ന് രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് നിർദ്ദേശിച്ചത് ജീവിക്കുന്ന നാട്ടിൽ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കി അവിടെയുള്ളവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കുക എന്ന മാർഗമല്ല, മറിച്ച് തങ്ങൾ മനസ്സിലാക്കിയ സത്യവും തങ്ങൾ തിരിച്ചറിഞ്ഞ ആദർശവും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഉതകുന്ന ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോയി ജീവിക്കുക, എന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്ന വസ്തുതയാണ്. അബുസീനയിലേക്ക് പലായനം ചെയ്യാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശവും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 80-ലധികം പുരുഷന്മാരും അവർക്ക് നേതൃത്വം നൽകാനാവുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയും ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെയും പോലെയുള്ള ശക്തന്മാരും ധൈര്യശാലികളുമായ പ്രമുഖരും ആദർശത്തിനായി ഏത് നിലയിലുള്ള ത്യാഗങ്ങളും സഹിക്കാനാകുമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കളും തനിക്ക് ചുറ്റുമുണ്ടായിരുന്നിട്ടും അവർ പലപ്പോഴും ഈ പ്രയാസങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും എതിരിൽ പ്രതികരിക്കാൻ പലരും ശക്തമായി പ്രേരിപ്പിച്ചിട്ടും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുയായികളോട് മക്കയിൽ തങ്ങളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ ഒരു കലാപം അഴിച്ചുവിട്ട് പീഡനത്തിന്റെ ചങ്ങലയറുക്കുവാനല്ല ശ്രമിച്ചിട്ടുള്ളത്, മറിച്ച് പീഡനങ്ങളില്ലാത്ത അയൽദേശത്ത് കുടിയേറുവാനാണ്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചത്. പക്ഷേ ആ പ്രവാചകനെ പോലും പിന്നീട് കാലം കലാപകാരിയെന്ന് മുദ്രകുത്തുന്നത് നാം തിരിച്ചറിയുകയാണ്. സമാധാനത്തിന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരതയുടെ വക്താവാക്കി വിശേഷിപ്പിക്കുന്ന ഒരു കാലമാണ് നാം ജീവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ അടിച്ചമർത്തലുകൾക്കും പീഡനങ്ങൾക്കും എല്ലാ നിലയിലുമുള്ള പ്രയാസങ്ങൾക്കും വിധേയമായി മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസരമില്ലാത്തതുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കലാപങ്ങളുടെ കെട്ടഴിക്കാതിരുന്നത്, മറിച്ച് കലാപമുണ്ടാക്കി കലുഷിതമായ മതസാമൂഹ്യാന്തരീക്ഷം സൃഷ്ടിച്ച് അതിൽ തന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ്. അത് ഒരു മുസ്ലിമിന്റെ മാർഗമല്ലാത്തതുകൊണ്ട്. മറിച്ച് മുസ്ലിമിന്റെ മാർഗം എന്താണ്? സമാധാനത്തോടെ ദൈവീക മതമനുസരിച്ച് ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലക്ഷ്യവും. മക്കയിലെ നിലവിലുള്ള സാമൂഹ്യ സാഹചര്യത്തിൽ ഗോത്രങ്ങളുടെ സംരക്ഷണത്തിന്റെ തണലിൽ താനും അത് ലഭിച്ച സ്വഹാബികളും നിലയുറപ്പിക്കുകയും ആദർശ ജീവിതവും പ്രബോധനവും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പ്രസ്തുത സംരക്ഷണം ലഭിക്കാത്തവരെ മതപീഡനമില്ലാത്ത നാട്ടിലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയക്കുകയുണ്ടായി. അവിടെ പ്രവാചകനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ശാന്തമായി വിശുദ്ധ ജീവിതം നയിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്ന് നൽകുകയും ചെയ്യുവാനുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെയാണ് യഥാർത്ഥത്തിൽ അവിടെയെല്ലാം നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. മക്കയ്ക്കു ചുറ്റും പല പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരെ എന്തുകൊണ്ടായിരിക്കും അവിടങ്ങളിലേക്കൊന്നും പറഞ്ഞയക്കാതെ അബുസീനിയെ എന്ന രാജ്യം തന്നെ തിരഞ്ഞെടുത്തത്? യഥാർത്ഥത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് അതിന്റെ ആശയത്തിൽ നിന്ന് നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ആരെയും ആക്രമിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യാത്ത ഒരു രാജാവാണ് അന്ന് അബുസീനിയ ഭരിക്കുന്നത്. നജാഷിയുടെ നാടിനെക്കുറിച്ച് പ്രവാചകന് ചെറുപ്പത്തിലെ വിവരമുണ്ടായിരുന്നു. കാരണം ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റി വളർത്തിയ നബിയുടെ പിതാവായ
അബ്ദുള്ള അബുസീനയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അടിമസ്ത്രീ ഉണ്ടായിരുന്നു, ഉമ്മു ഐമൻ. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാല്യത്തിൽ നബിയെ പരിചരിച്ചത്. സ്വാഭാവികമായും അവരുടെ നാടിനെക്കുറിച്ച് വിവരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അബുസീനയിലേക്ക് കച്ചവടത്തിന് പോയ മക്കക്കാരിൽ നിന്ന് അവിടുത്തെ രാജാവിന്റെ നീതിനിഷ്ഠയും മാന്യതയെയും കുറിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് ആണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമീങ്ങളെ സ്വീകരിക്കുകയും അവരുടെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അദ്ദേഹം അനുവദിക്കുകയും ചെയ്യുമെന്ന് കരുതിയത്. പ്രവാചകന്റെ നിഗമനം തെറ്റിയിട്ടില്ല എന്ന് അബുസീനിയയിൽ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ച സ്വീകരണം തെളിയിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ നല്ല സ്വീകരണം ലഭിക്കുകയും നല്ല അയൽക്കാരെ കിട്ടുകയും ചെയ്തു. ഞങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ ശാന്തി അനുഭവിക്കുകയും പീഡനങ്ങളില്ലാത്ത സ്ഥിതി സംജാതമാവുകയും ചെയ്തു എന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ വാക്കുകൾ തന്നെ മുസ്ലിമീങ്ങൾക്ക് അന്ന് അബുസീനയിൽ ലഭിച്ച സ്വീകാര്യതയുടെ ഏറ്റവും വലിയ തെളിവായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഹിജ്റയുടെ പൊള്ളുന്ന ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഗുണപാഠവും ഏതൊരു ദേശത്ത് നാം കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോഴും ആ ദേശത്തിന്റെ സമാധാനവും സാഹോദര്യവും തകർക്കുന്ന ഒരു വിഘടനവാദ പ്രവർത്തനങ്ങളും ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന സന്ദേശമാണ്. മാത്രവുമല്ല, തങ്ങൾക്ക് അതിന് കഴിയാതെ വന്നാൽ, തങ്ങളുടെ വിശ്വാസമനുസരിച്ചുകൊണ്ട് നിലനിൽക്കാൻ കഴിയാതെ വന്നാൽ അവർ അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറിപ്പോയി സമാധാനമുള്ള മറ്റൊരന്തരീക്ഷത്തിൽ ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരക്രമത്തിന്റെയും മാർഗം ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.